CSCB സ്ഥിരം ചോദിക്കാറുള്ള രണ്ട് കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം പറയുന്നത് ക്രെഡിറ്റ് നോട്ടിനെ കുറിച്ചിട്ടാണ്. ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് സെയിൽസ് റിട്ടേണുമായിട്ട് അസോസിയേറ്റഡ് ആണ്. സെയിൽസ് റിട്ടേണിന്റെ മറ്റൊരു പേരാണ് റിട്ടേൺ ഇൻവാർഡ് എന്ന് പറയുന്നത്. നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുള്ള ഗുഡ്സ് അവർ തിരിച്ചു കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഇൻവാർഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് നോട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് പർച്ചേസ് റിട്ടേൺ ആയിട്ടാണ്. പർച്ചേസ് റിട്ടേണിന്റെ മറ്റൊരു പേരാണ് റിട്ടേൺ ഔട്ട്വാർഡ് എന്ന് പറയുന്നത്. സപ്ലയേഴ്സിന് നമ്മൾ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സപ്ലയേഴ്സിന് റിട്ടേൺ ചെയ്യുന്നതിനെയാണ് പർച്ചേസ് റിട്ടേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ലെഡ്ജേഴ്സിനെ കുറിച്ചിട്ടാണ്. ഒന്നാമത് പറയുന്നത് പർച്ചേസ് ഡേ ബുക്ക്, അതിന്റെ മറ്റൊരു പേരാണ് ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സപ്ലയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സിന്റെ അക്കൗണ്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ക്രെഡിറ്റേഴ്സ് ലെഡ്ജറിൽ ഉണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് പറയുന്നത് സെയിൽസ് ഡേ ബുക്കാണ്. സെയിൽസ് ഡേ ബുക്കിന്റെ മറ്റൊരു പേരാണ് ഡെപ്റ്റേഴ്സ് ലെഡ്ജർ. അതിലുണ്ടായിരിക്കുക, അതായത് ഡെപ്റ്റേഴ്സ് ലെഡ്ജറിൽ ഉണ്ടായിരിക്കുന്നത് കസ്റ്റമേഴ്സിന്റെയോ അല്ലെങ്കിൽ ബയേഴ്സിന്റെയോ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക.